ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അജു വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു ഫോൺ വിറ്റ് പുതിയൊരു ഫോൺ എടുക്കേണ്ട സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത്. പലരും ഒന്നും ശ്രദ്ധിക്കാതെയാണ് ഒരു ഫോൺ നേരെ കടയിൽ കൊണ്ട് കൊടുത്തിട്ട് പുതിയൊരു ഫോൺ അവർ വാങ്ങുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് അവരുടെ സ്വന്തം ഫോട്ടോസ് അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ഫോട്ടോസൊക്കെ ലീക്കായി പോയി സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ വൈറലാവുന്നത്. അപ്പോൾ എങ്ങനെ നമ്മുടെ ഡേറ്റാസ് ലീക്ക് ആകാതെ ഒരു ഫോൺ എങ്ങനെ വിൽക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് വീഡിയോ കാണുന്നതെങ്കിൽ സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ. കാലത്തിനനുസരിച്ച് കോലം മാറുക എന്ന് പറഞ്ഞ പോലെയാണ് എല്ലാവരും ഫോൺ മാറ്റുന്നത്. ഫോൺ വാങ്ങി ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ ആകുമ്പോൾ പുതിയ ടെക്നോളജി വരും, പുതിയ അപ്ഡേഷൻസ് വരും. ചുമ്മാ പോകുന്നു, ഫോൺ എടുക്കുന്നു, വരുന്നു. പുതിയ പുതിയ ടെക്നോളജികൾ വരുമ്പോൾ അതിലേക്ക് മാറുന്നത് വളരെ നല്ലതാണ്. എങ്കിൽ മാത്രമേ പുതിയ പുതിയ ഫീച്ചേഴ്സ് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ, നിങ്ങൾ ഈ ഫോൺ മാറ്റുന്നത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടായിട്ടാണോ അതോ ഫോൺ കമ്പനിക്കാർ നിങ്ങൾ നിർബന്ധിച്ച് മാറ്റിപ്പിക്കുകയാണോ? തിങ്ക് ഇറ്റ്. ഇപ്പോൾ മാർക്കറ്റിൽ സജീവമായി നിൽക്കുന്ന ഒരു ട്രെൻഡിങ് ആയ ഒരു കാര്യമാണ് ക്യാമറകളുടെ ഫോൺ. 2 ക്യാമറ, 3 ക്യാമറ, 4 ക്യാമറ, ഇങ്ങനെ ക്യാമറകളുടെ ഒരു ചാകരയാണ്. പലരും ഇപ്പോൾ ഷോപ്പിലേക്ക് പോകുമ്പോൾ അവിടുത്തെ സെയിൽസ്മാൻമാർ പറയുന്നത് ഇതിന് 3 ക്യാമറയുണ്ട്, 4 ക്യാമറയുണ്ട്. എന്തിനാണ് ഇതിന് മാത്രം ക്യാമറയുടെ ആവശ്യം? നമ്മൾ വല്ല കാട്ടിലൊക്കെ പോയി ഫോട്ടോ എടുക്കാൻ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ വല്ല ആകാശത്തേക്ക് നോക്കിയിട്ട് നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഫോട്ടോഗ്രാഫിക്കൊക്കെ നമ്മൾ പങ്കെടുക്കാൻ പോകുന്നുണ്ടോ? ഇതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവും ഇല്ല. ഓരോ ദിവസം കഴിയും തോറും മൊബൈൽ കമ്പനിക്കാർ പുതിയ പുതിയ അപ്ഡേഷൻസ് കൊണ്ടുവരുന്നത് നമ്മളെപ്പോലുള്ള ആളുകളിൽ നിന്ന് പൈസ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. അവർ ഡെയിലി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ളതാണോ എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് പുതിയ പുതിയ ഫോണുകൾ നമ്മൾ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ ആവശ്യം എന്താണോ, നമ്മുടെ പർപ്പസ് എന്താണ്, ആ കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ ഫോൺ കേപ്പബിൾ ആണെന്നുണ്ടോ? ഇനി കേപ്പബിൾ അല്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഫോൺ മാറ്റുക. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇപ്പോൾ പലരും ഞാൻ പോയി ഷോപ്പിൽ ലാസ്റ്റ് വീക്ക് ഞാൻ പോയ സമയത്ത് അവർ പറഞ്ഞു ഇത് 128 GB ഉണ്ട്, ഇത് നിങ്ങൾക്ക് എടുത്ത് 1000 രൂപ ആകെ എക്സ്ട്രാ വരുന്നുള്ളൂ. എന്തിനാണ് 128 GB ആവശ്യം? ഇപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാനൊരു നോർമൽ യൂസറാണ്. അത്യാവശ്യം മോഡേൺ ആപ്ലിക്കേഷൻസ് ഒക്കെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലും ആകെ കുറച്ച് വീഡിയോസ് കയറ്റുന്നു, കുറച്ച് സിനിമ കാണുന്നു. എങ്ങനെ പോയി കഴിഞ്ഞാൽ 64 GB വീണ്ടും ഒരു 30 GB അവിടെ ബാക്കി കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 128 GB ഫോൺ മോഡൽ വാങ്ങുന്നത് വെറുതെയാണ്. അപ്പോൾ ആ ഒരു എക്സ്ട്രാ 1000 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഫോണിന് നല്ലൊരു ഇൻഷുറൻസ് കവറേജ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു കവർ വാങ്ങി ആ ഫോൺ യൂസ് ചെയ്യാം. അതും അല്ലെന്നുണ്ടെങ്കിൽ നല്ല തരത്തിലുള്ള ആക്സസറീസ് വാങ്ങി എനിക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന മണി നമുക്ക് എത്രയും വാല്യുബിൾ ആയിട്ട് ഉപകാരപ്പെടും എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ വെറുതെ കൊണ്ടേ കാശ് കൊടുത്തിട്ട് പല മോഡൽസ് വാങ്ങി വെക്കുന്നു. അതുകൊണ്ട് എന്താണ് പ്രയോജനം? പലരും 4 ക്യാമറയുള്ള ഫോണൊക്കെ വലിയ കാര്യത്തിൽ ഇങ്ങനെ പോക്കറ്റിൽ തൂക്കിക്കൊണ്ട് നടക്കുന്നതാണ്. അത് ഉപയോഗിച്ച് മര്യാദയ്ക്ക് ഒരു ഫോട്ടോ പോലും എടുക്കാത്തവരായിരിക്കും 4 ക്യാമറ കൊണ്ടൊക്കെ നടക്കുന്നത്. പിന്നെ എന്താണ് അതിന്റെ പ്രയോജനം? ടെക്നോളജി അപ്ഡേഷൻസ് ഒക്കെ വളരെ നല്ലതാണ്. അത് മനുഷ്യന് ഉപകാരപ്രദമുള്ളതാവണം. അല്ലാതെ ചുമ്മാ കൊണ്ടുപോയി പൈസ കളഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. ഫോൺ കമ്പനിക്കാർക്ക് ഡെയിലി ഓരോ മോഡൽസ് ഇറക്കി അവർക്ക് ആ ഫോൺ മോഡൽസ് നമ്മുടെ മാർക്കറ്റിൽ വിറ്റാൽ മതി. നമുക്ക് തന്നെ അറിയാം എത്ര ഫോൺ മോഡൽസ് ആണ് നമ്മൾ ഓരോ കടകളിൽ ചെല്ലുമ്പോൾ നമുക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തി തരാറ്. ശരിക്കും പറഞ്ഞാൽ ആകെ 2-3 കമ്പനി ഉള്ളൂ. ഒരു കമ്പനി തന്നെ പലതരത്തിലുള്ള ഫോണുകൾ ഇറക്കുന്നുണ്ട്. അത് നിങ്ങൾക്കറിയോ? ഒരു സാധാരണക്കാരൻ നേരെ കടയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മോഡലുകളാണ് ഫസ്റ്റ് തന്നെ എടുത്തിട്ട് ഓപ്പോ, വിവോ, അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ സാംസങ് പോലും എടുത്തു വെക്കുന്നത്. ഈ ഓപ്പോയും വിവോ എന്ന് പറയുന്ന ഈ 2 കമ്പനികളും ഒറ്റ കമ്പനിയിൽ നിന്നാണ് വരുന്നത്. ഇത് എത്ര പേർക്ക് അറിയാം? ഈ കമ്പനി തന്നെ മറ്റു പല മോഡൽസ് ഇറക്കുന്നുണ്ട്. വമ്പൻ മോഡൽസ് പോലും ഈ ഒരു കമ്പനിയുടെ അണ്ടറിൽ നിന്നാണ് വരുന്നത്. ഇതൊന്നും പലർക്കും അറിയില്ല. ചുമ്മാ ഒരുപാട് മോഡൽസ് അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ കൊടുത്തിട്ട് ഒരു കമ്പനിയിൽ നിന്ന് തന്നെ പലതരം മോഡൽസ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് അവരുടെ സെയിൽസ് ബൂസ്റ്റ് ചെയ്യാനും അവരുടെ പ്രോഫിറ്റ് വർദ്ധിക്കാനുമാണ്. ഇത്തരത്തിലുള്ള മണ്ടത്തരത്തിൽ നമ്മൾ ഓരോ ടെക്നോളജി കാണുന്നു. ഇപ്പോൾ പൊന്തി വരുന്ന ക്യാമറയൊക്കെ ഉണ്ട്. എന്തിനാണ് ഈ പൊന്തി വരുന്ന ക്യാമറയൊക്കെ? അതിൽ എന്തെങ്കിലും പ്രത്യേകം എനിക്ക് തോന്നുന്നില്ല. പിക്ചർ ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റി ഒക്കെ സാധാ നോർമൽ ഫോണുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് അതിന് വലിയ പുരോഗതിയൊന്നുമില്ല. പിന്നെ ഇങ്ങനത്തെ പൊന്തി വരുന്ന ക്യാമറ കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നിലത്ത് വീണാൽ മതി, അത് കംപ്ലൈന്റ് ആയി പോകും. അപ്പോൾ നമുക്ക് നന്നാക്കാൻ വേണ്ടി കടയിൽ കൊണ്ടുചെല്ലണം, അല്ലെങ്കിൽ നമ്മൾ ഫോൺ മാറ്റേണ്ടി വരും. അതാണ് ഏറ്റവും വലിയ പ്രയോജനം. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന ടെക്നോളജി നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ളതാണോ എന്ന് നിങ്ങൾ തറവായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളൊരു ടെക്നോളജി അപ്ഡേഷനെ പറ്റി നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് പുതിയൊരു ഫോൺ എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ പഴയതായി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ പഴയ ഫോൺ നേരെ കടയിൽ കൊണ്ട് കൊടുക്കുന്നു, പുതിയ ഒരെണ്ണം വാങ്ങുന്നു. ഇങ്ങനെ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് എത്ര പേര് ഇതിലെ മെമ്മറി ശരിക്ക് ക്ലീൻ ചെയ്തിട്ട് കൊടുക്കാറുണ്ട്? പലരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ എടുക്കുന്നു, എല്ലാ ഫോട്ടോസൊക്കെ ചിലപ്പോൾ ഒരു കമ്പ്യൂട്ടറിലേക്ക് മാറ്റുന്നു, അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിലേക്ക് മാറ്റുന്നു. അതിനുശേഷം നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു? ഫാക്ടറി റീസെറ്റ് ചെയ്യുന്നു, നേരെ കടയിൽ കൊണ്ട് കൊടുക്കുന്നു. ഇത് മാത്രം ചെയ്താൽ മതിയോ? അങ്ങനെ ചെയ്താൽ നമ്മുടെ മുഴുവൻ ഡേറ്റോസും ആ ഫോണിൽ നിന്ന് പൂർണ്ണമായി മാഞ്ഞിട്ടുണ്ടോ? ഒരിക്കലുമില്ല. പല കടകളിലും സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള സെക്കൻഡ് ഹാൻഡ് ഫോൺ അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഇത് നേരെ കമ്പ്യൂട്ടറിലേക്ക് പ്ലഗ് ഇൻ ചെയ്യുന്നു. അവർക്ക് അതിൻ്റെതായ സിസ്റ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴയ ഡേറ്റാസ് ലൂട്ട് ചെയ്തെടുക്കുകയാണ് പതിവായിട്ട് നടക്കുന്നത്. എല്ലാ കടക്കാരും ഇങ്ങനെ മോശമായിട്ട് ഞാൻ പറയുന്നില്ല. ഒട്ടുമിക്ക കടകളിലും, ഭൂരിഭാഗം കടകളിലും, ഒരു നാട്ടിൻപുറത്തിന്റെ കടകളൊക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള ടൗൺ ഏരിയസിൽ വരുന്ന കടകളിൽ മുഴുവൻ ഈ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ അവർ കളക്ട് ചെയ്യുന്ന ഡേറ്റാസ് ആണ് പല സൈറ്റ് വഴിയും അവർ വിറ്റ് കാശ് വാങ്ങുന്നത്.
നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്ക് ഇത്തരത്തിലുള്ള ഒരു അബദ്ധം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഒരു ഫോൺ കൊടുക്കാൻ നേരത്തെ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കുറച്ച് അക്കൗണ്ട്സുകളുണ്ട്, അത് പൂർണ്ണമായും നമ്മൾ ഫാക്ടറിയിൽ പോയിട്ട് ഡേറ്റ ക്ലിയർ ചെയ്യുന്നതിന് മുമ്പ് ഓരോ ആപ്ലിക്കേഷൻസ് എടുത്ത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഡേറ്റാസ് ക്ലിയർ ചെയ്ത് കളയണം. ഇതെങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ കറക്റ്റ് പറഞ്ഞുതരാം. ഓരോ മൊബൈലിലും സെയിം പ്രൊസീജിയറാണ്, പക്ഷെ ഒരു ഡിഫറെൻറ്റ് നെയിമിലായിരിക്കും അറിയപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് സാംസങ് ഫോണിൻ്റെയും ഓപ്പോ ഫോണിൻ്റെയും കാര്യങ്ങളായിരിക്കും. നിങ്ങൾ സാംസങ് ഫോൺ എടുത്ത് ആദ്യം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആപ്സ് എന്ന് എഴുതി കാണിക്കുന്നത് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ ആപ്സ് എന്ന് പറയുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസും കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ട് ചെക്ക് ചെയ്യേണ്ട ആപ്ലിക്കേഷൻസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, പിന്നെ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. പല ബാങ്കുകളുടേതായ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻസ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജിമെയിൽ ആപ്ലിക്കേഷൻസ്, മുകളിൽ പറഞ്ഞ ആപ്ലിക്കേഷൻസ് എല്ലാം ഓപ്പൺ ചെയ്ത് നമ്മൾ ക്ലിയർ ഡേറ്റ അടിച്ച് കളഞ്ഞാൽ മാത്രമേ അതിന്റെ ഡേറ്റാസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഫോണിൽ നിന്ന് റിമൂവ് ആവുകയുള്ളൂ. ഇതിലെ ഓരോ ആപ്ലിക്കേഷൻ നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അവിടെ നമുക്ക് സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ സ്റ്റോറേജിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നതായിരിക്കും, ക്ലിയർ ഡേറ്റ, ക്ലിയർ ക്യാച്ച്. ഇതിൽ ക്ലിയർ ഡേറ്റ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു മെസ്സേജ് വരുന്നതായിരിക്കും, എല്ലാം ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ സെറ്റിംഗ്സ് എല്ലാം റിമൂവ് ആവുന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ അവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ഡേറ്റാസും വാട്സപ്പിൽ നിന്ന് കംപ്ലീറ്റ് ഡേറ്റാസും റിമൂവ് ആയിട്ടുണ്ടായിരിക്കും. ഇതുപോലെ എല്ലാ ആപ്ലിക്കേഷനും നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ഒട്ടുമിക്ക ന്യൂ ജനറേഷൻ ഫോണുകളിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഈ സെറ്റിംഗ്സ് എന്ന് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ തന്നെ ഒരു സെർച്ച് ബാർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അവിടെ പോയിട്ട് നിങ്ങൾ ജസ്റ്റ് ആപ്ലിക്കേഷൻസ് എന്ന് സെർച്ച് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അടുത്തതായിട്ട് നിങ്ങളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ നിങ്ങളുടെ ഫോണിൽ ഉണ്ടാവുമായിരിക്കും. ഈ ഒരു ഫോട്ടോസൊക്കെ നിങ്ങൾ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്കൊക്കെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇത് നേരെ കട്ട് ചെയ്ത് നേരെ പേസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അല്ലാതെ കോപ്പി പേസ്റ്റ് ചെയ്യാതെ കട്ട് ചെയ്ത് എൻ്റെ ഫയൽ നിങ്ങൾ മറ്റൊരു ഡിവൈസിലേക്ക് പേസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഫാക്ടറി റീസെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിച്ച് കാണും, എല്ലാം ഓക്കെ ആയി, നിങ്ങൾ ഫാക്ടറി ഡാറ്റ ഒക്കെ റീസെറ്റ് ചെയ്തു, ഇനി നമുക്ക് നേരെ കൊണ്ടു കൊടുക്കാം. ഒരിക്കലും നിങ്ങൾ ഒറ്റ തവണ ഫാക്ടറി റീസെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോൺ ഒരിക്കലും നിങ്ങൾ കൊണ്ടു കൊടുക്കരുത്. കാരണം നിങ്ങൾ ഒറ്റ തവണ റീസെറ്റ് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് മൊബൈൽ കടക്കാർക്ക് ഒരു ഫോൺ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്ത് അവർക്ക് ഡാറ്റാസ് ഈസി ആയിട്ട് ഇതിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇത്തരത്തിൽ എല്ലാ ഡാറ്റാസും അവിടെ ഇവിടെ എല്ലാം പോയി ക്ലിയർ ചെയ്തു. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇനിയും ഇതേപോലെ നിങ്ങൾ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുക, ഒരുപാട് ഫോട്ടോസ് എടുക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വീണ്ടും ഫോട്ടോസ് എടുക്കണം. വേണ്ട, വെറുതെ റാൻഡം ആയിട്ട് നിങ്ങൾ ഫോണിലെ മൊബൈൽ ക്യാമറ ഓപ്പൺ ചെയ്യുക, കുറച്ച് വീഡിയോസ് എടുക്കുക, ഫോട്ടോസ് എടുക്കുക. നമ്മൾ വീട്ടിൽ കുഞ്ഞിപ്പിള്ളേരുണ്ടെങ്കിൽ അവരുടെ കയ്യിലാണ് കൊടുത്താൽ മതി, അവർ ചറപ്പറ എടുത്തോളും. ഇതുപോലെ ഒരുപാട് ഫോട്ടോസ്, റാൻഡം ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കുക. മീൻസ് എന്തെങ്കിലും ഒരു ഫോട്ടോസ് എടുക്കുക, വീണ്ടും ഒന്നുകൂടി റീസെറ്റ് ചെയ്യാം. ഇതുപോലെ വീണ്ടും എടുക്കുക, വീണ്ടും റീസെറ്റ് ചെയ്യാം. ഇതുപോലെ 3 തൊട്ട് 5 വരെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇതുപോലെ ഇത്രയും തവണ നമ്മൾ ഫാക്ടറി റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ പഴയ ഫോട്ടോസ് തിരിച്ച് കിട്ടാനുള്ളൊരു റേഷ്യോ, അതിൻ്റെ ഒരു ടെൻഡൻസി റേഷ്യോ വളരെ കുറവായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫോൺ നേരെ കടയിൽ കൊണ്ടു കൊടുത്തു. അപ്പോൾ അവിടെയുള്ള ഒരു ഫോൺ കടക്കാരൻ നമ്മളെ ഫോട്ടോസ് അല്ലെങ്കിൽ നമ്മുടെ ഫയൽസ് റിക്കവർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് ഫസ്റ്റ് ആയിട്ട് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളെ ഫോണിൽ റാൻഡം ആയിട്ട് എടുത്ത് ഡിലീറ്റ് ചെയ്ത ഫോട്ടോസ് ഇല്ല, അതായിരിക്കും അവർക്ക് ആദ്യം കിട്ടുക. മീൻസ് പഴയ ഫോട്ടോസ് അവർക്ക് ലഭിക്കാനുള്ളൊരു ചാൻസ് വളരെയധികം കുറവായിരിക്കും. കാരണം അവർ റിക്കവർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ ഓൾറെഡി ഒരുപാട് വട്ടം റിക്കവറി ഓപ്ഷൻസിലൂടെ ഇങ്ങനെ കടന്നു പോയതാണ്. അപ്പോൾ നേരെ അവർ റിക്കവർ ചെയ്യുന്ന സമയത്ത് ഫുള്ള് നമുക്ക് മീൻസ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്ത കുറേ റാൻഡം ഫോട്ടോസ് ഇല്ല, അതായിരിക്കും അവർക്ക് കൂടുതൽ കിട്ടാൻ പോകുന്നത്. മീൻസ് നമ്മളെ പഴയ ഫോട്ടോസ് ലഭിക്കാനേ പോകുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേഫ് ആയിട്ട് നിങ്ങളുടെ ഫയൽസ് ഒന്നും റിക്കവർ ആവാത്ത രീതിയിൽ നിങ്ങൾക്ക് വളരെ സേഫ് ആയിട്ട് തന്നെ ഇരിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഈ പറഞ്ഞതൊക്കെ ചവർ പോലുള്ള ആൻഡ്രോയിഡ് ഫോണുകൾ ഒരുപാട് ഉപയോഗിക്കുന്നവരുടെ കാര്യമാണ്. കമ്പയർ ടു ആൻഡ്രോയിഡ് ഡിവൈസസ് നമുക്ക് ഐഫോണിൽ നിന്ന് ഡേറ്റാസ് ഒക്കെ റിക്കവർ ചെയ്തെടുക്കാൻ കുറച്ച് ടഫാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയേണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു വീഡിയോ കുറച്ച് ലെങ്ത് ആയി പോയി. എന്തായാലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തന്നെയാണ് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്, എനിക്ക് 100% ഉറപ്പുണ്ട്. ഞാൻ ചെറിയൊരു സ്റ്റോറിയും കൂടി പറഞ്ഞിട്ട് നിർത്താം. ഇതുപോലെ ഗൾഫിൽ നിന്ന് ഒരു ചേട്ടൻ വന്നു, നടന്നൊരു സംഭവമാണ്. ഓൺലൈനിൽ മീൻസ് ന്യൂസ് ഒക്കെ വന്നിട്ടുള്ളതാണ്, പത്രത്തിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ട് തോന്നുന്നു, ഞാൻ റീഡ് ചെയ്താണ്. ഒരു ചേട്ടൻ ഇതേപോട്ട് ഗൾഫിൽ നിന്ന് വന്നു, നാട്ടിലെത്തി. തിരിച്ചു പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഫോണ് നമ്മുടെ നാട്ടിലെ ഷോപ്പിൽ തന്നെ വിറ്റു. എന്നിട്ട് അദ്ദേഹം തിരിച്ച് ദുബായിലേക്ക് പോയി. നല്ലൊരു ഹൈ എൻഡ് ഡിവൈസ് തന്നെ പൈസ കൊടുത്ത് വാങ്ങി നേരെ ദുബായിലേക്ക് പോയി. അദ്ദേഹം ദുബായിലേക്ക് എത്തി. അവിടെ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പേ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഫോട്ടോസ്, അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ ഉണ്ടായിരുന്ന മെമ്പേഴ്സിന്റെ പേഴ്സണൽ ഫോട്ടോസൊക്കെ ഓൺലൈൻ വഴി സർക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി. ഹൗ ദിസ് ഹാപ്പൻ? ഇവർ ഒരുപാട് കംപ്ലൈന്റ് ഒക്കെ കൊടുത്തു. എന്തിന്? പോലീസുകാരൊക്കെ വരെ ഇത് കണ്ടിരുന്നു എന്നല്ലാതെ ഒന്നും നടന്നില്ല. ആർക്ക് സഹായിക്കാൻ പറ്റുന്നത്? ഇങ്ങനത്തെ ഡേറ്റാസ് ഒക്കെ അപ്ലോഡ് ചെയ്യപ്പെടുന്നത് പല ഇന്റർനാഷണൽ സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ പല ഇന്റർനാഷണൽ IP അഡ്രസ്സിൽ നിന്നൊക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള ഫയൽസ് നമ്മുടെ ഇന്റർനെറ്റിലേക്ക് അപ്ലോഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ക്രൈം ചെയ്ത ആളുകളെ പിടികൂടാൻ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തുകൊണ്ടും അവരൊന്നും പിടിക്കാനും സാധിച്ചില്ല. ഇങ്ങനെ പരാതി കൊടുത്തവരും നാറി, അവർ പിടിക്കാനും പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഡേറ്റാസ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഇത് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇനി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണം. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ബൈ.